ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക പ്രതിസന്ധി നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഇനി വരാൻ പോകുന്നൊരു സർക്കാർ, ആ സർക്കാരിന് ഇതെങ്ങനെ അവർക്ക് മുമ്പോട്ട് ഇപ്പോൾ പുതിയ ഗവൺമെൻറ് മാറി നിന്ന് വെക്കുക, തുടർ ഭരണം ഇല്ല എന്ന് വെക്കുക. എന്നാലും നിങ്ങൾ തുടർ ഭരണം നടത്തണമല്ലോ, അത് കഴിഞ്ഞ് പുതിയ ഭരണം തുടരണോ? ഭരണം എപ്പോഴും തുടരണോ? ഈ തുടർ ഭരണം ഇല്ലെങ്കിലും തുടർച്ചയാണ് ഭരണം. ഇവർക്ക് എവിടെ കാശ്, ഇൻക്ലൂഡിംഗ് ലയബിലിറ്റീസ്. ഇപ്പോൾ ഈ പറയുന്ന 70,000 കോടിയോളം ഉദ്യോഗസ്ഥർ കൊടുക്കണം, ഒരു രൂപയില്ല. കടം, പൊതുകടം എന്ന് പറയുന്നത് 1,00,000 കോടിയിൽ നിന്ന് 4,80,000 കോടിയെന്ന് CNTG പറയുന്നു. അതിൻ്റെ അകത്ത് കിഫ്ബിയൊക്കെ വേറെ കാണും. കിഫ്ബി വേറെ അതിന് പുറത്താണ് കാണും. പിന്നെ പെൻഷൻ കമ്പനിയുടെ കാണും, KSSPL. പക്ഷെ അത് എടുത്തുവെന്ന് തോന്നുന്നു, ഇതിനകത്ത് കണക്കിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ 5,00,000 കോടി എന്ന് വിചാരിച്ചു. ആയിക്കോട്ടെ, ഈ 5,00,000 കോടി കണ്ടെത്തണം. എങ്ങനെയാണ് ഒന്നിച്ച് കണ്ടെത്തണ്ട, അല്ല ആയിക്കോട്ടെ, എങ്ങനെ അതിന്റെ റീപേയ്മെന്റ് ഈ പറഞ്ഞ 2,00,000 കോടിയും നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തെങ്കിലും പലിശ 2030 ആ തുക ഏതാണ്ട് 90,000 കോടിയായിരിക്കും കടം തിരിച്ചടവ്. അല്ല, അതാ ചോദിച്ചത്. ഇപ്പൊ മൊത്തം സർക്കാരിന്റെ വരവ് 2,00,000 കോടിയേ ഉള്ളൂ, അതിൽ 90,000 കോടി കടം തിരിച്ചടക്കണം. അപ്പം എങ്ങനെ ഈ പുതിയ സർക്കാർ ഇത് മുമ്പോട്ട് കൊണ്ടുപോകും? ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന എക്കോണമിസ്റ്റുകൾ, പബ്ലിക് ഫിനാൻസ് സ്പെഷ്യലിസ്റ്റുകൾ എന്നോട് പറയുന്നത് കേരള ഗവൺമെന്റിന്റെ ഘടനയും പ്രവർത്തനവും മൗലികമായിട്ട് ഉടച്ചു വാർത്തുകൊണ്ടേ സാധിക്കുകയുള്ളൂ. ഗവൺമെന്റിന്റെ പ്രവർത്തന ചെലവ് ഇപ്പോഴുള്ളതിന് വളരെ താഴെ കൊണ്ടുവരികയും, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പബ്ലിക് സെക്ടർ കമ്പനീസ് ലോസിൽ കേരളത്തിലാണ്, 66 ലോസിലാണ്. അതിനെല്ലാം അതിൻ്റെ ആസ്തി, അതിൻ്റെ ഓഹരി ഷെയർ ഇത്യാദി സർക്കാരിൻ്റെ കയ്യിലുള്ള ആസ്തികൾ മുഴുവൻ മൊബിലൈസ് ചെയ്തുകൊണ്ടും കൂടുതൽ റവന്യൂ കിട്ടുന്ന രീതിയിലോട്ട് ഒരു ഘടനാപരമായ മാറ്റം നടത്തിക്കൊണ്ടേ ഇതിന് പരിഹാരം കാണാൻ പറ്റും. ആവശ്യമില്ലാത്ത സ്റ്റാഫിനെ റെഡ്യൂസ് ചെയ്യേണ്ടി വരും, ഭരണ ചെലവ് കുറയ്ക്കേണ്ടി വരും. അതൊരു വലിയൊരു, അതിന് തയ്യാറാണെങ്കിൽ, അതിന് സ്റ്റൊമക്ക് ഉണ്ടെങ്കിൽ, അതിന് പറ്റുന്ന ഒരു പോളിസി ഡിസ്പെൻസേഷൻ ഉണ്ടെങ്കിൽ കേരളത്തിന് അത് ചെയ്യാം. അതൊക്കെ ചെയ്യുമോ വരുന്ന രാഷ്ട്രീയക്കാർ? മാൻഡേറ്റ് ഉള്ള ഒരാളിന് ചെയ്യാം, അതാണ് മാൻഡേറ്റ് എങ്കിൽ. പക്ഷെ നമ്മളിപ്പോൾ കേൾക്കുന്നത് കൂടുതൽ സൗജന്യങ്ങൾ പ്രോമിസ് ചെയ്തിരിക്കും. 10,000 കോടിയോളം. അതെന്ത് ചെയ്യും? അതെങ്ങനെ ചെയ്യും? അത് അവർക്ക് എങ്ങനെ കണ്ടെത്തേണ്ടി വരും. അത് എങ്ങനെ കണ്ടെത്തും? അല്ല, ഈ പുതിയ സർക്കാരിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഫഞ്ചിബിൾ ആണല്ലോ. ഇപ്പോൾ ലിക്കറിന് ടാക്സ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അവിടെ ലിമിറ്റേഷൻ ഉണ്ട്. ചുമ്മാ നമുക്ക് എൻഡ്ലെസ് ആയിട്ട് ടാക്സ് ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. ഈ സർക്കാരിൻ്റെ കൂടുതൽ ചെലവിടണമെന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ അധിക ചെലവിടൽ നികുതിദായകൻ തന്നെയാണ് ആത്യന്തികമായിട്ട് കൊടുക്കേണ്ടി വരിക. ഈ വർഷം കൊടുക്കണോ ഭാവി കൊടുക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോഴുള്ള ടാക്സ്, നോൺ ടാക്സ് റവന്യൂ അത് എക്സ് ആണെങ്കിൽ, വൈ ബോറോയിങ്, ഈ ബോറോയിങ് ഈ നികുതിദായകൻ തന്നെ തിരിച്ചടയെങ്കിലേ പറ്റുള്ളൂ. ഇപ്പോൾ ഓവർ ബോറോ ചെയ്ത് കഴിഞ്ഞാൽ നാളെ കൂടുതൽ പൈസ തിരിച്ചടക്കേണ്ടി വരും. ഇപ്പോൾ തൽക്കാലം 10,000 കോടി കിട്ടുന്നവർ സന്തുഷ്ടരാകും.